ഇപ്പോൾ കൊല്ലത്ത് ഡ്രഗ് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. ലഹരി ഗുളികകളുടെ വളരെ വ്യാപനം അവിടെയുണ്ട് എന്നാരോപിച്ചാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. അരുൺരാജ് വിവരങ്ങളുമായി. ഈ കൊല്ലത്തെ ലഹരി ഗുളികകളുടെ വിൽപ്പന വർദ്ധിക്കുന്നതെന്നാണുള്ള യുവമോർച്ചയുടെ പ്രതിഷേധത്തിന് കാരണം. ആ ആരോപണത്തിന്റെ വസ്തുത എന്താണ് അരുൺരാജ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസമടക്കം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഹരി ഗുളികളടക്കം പിടിച്ചെടുത്തിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വളരെ സുലഭമായി തന്നെ ചില ലഹരി ഗുളികൾ ലഭിക്കുന്നുവെന്നാണ് പോലീസിനും എക്സൈസിനും അടക്കം ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസും പോലീസും നഗരത്തിലടക്കം പരിശോധന നടത്തിയത്. പക്ഷേ ഈ എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന തുടരുമ്പോഴും ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കടക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് യുവമോർച്ച ഇപ്പോൾ പ്രതിഷേധവുമായി ഈ ഡ്രഗ് കൺട്രോൾ ഓഫീസറെ ഇപ്പോൾ അടക്കം ഉപരോധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. യുവമോർച്ച പറയുന്നത് ഈ മെഡിക്കൽ സ്റ്റോറിൽ പരിശോധന നടത്താൻ ഈ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി തയ്യാറാകണം, അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഈ പോലീസും എക്സൈസും മാധ്യമങ്ങളും അടക്കം പുറത്തിറങ്ങി ഈ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നീക്കവും ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച ഇപ്പോൾ തന്നെ നേരത്തെ 2 തവണ ഈ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിക്കടക്കം പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അടക്കം ഉണ്ടാകണമെന്നായിരുന്നു. പക്ഷേ ഈ പരിശോധന വീണ്ടും തുടരാതിരിക്കുകയും ഇന്നലെയും വീണ്ടും ഈ ഡ്രഗ് കൺട്രോൾ മരുന്നുകൾ ഈ ലഹരി മരുന്നുകൾ അടക്കം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഡ്രഗ് അതോറിറ്റിയിലേക്ക് ഡ്രഗ് കൺട്രോൾ ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്താൻ ഇപ്പോൾ യുവമോർച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 15 മിനിറ്റായി ഈ ഡ്രഗ് കൺട്രോൾ ഓഫീസിലടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് യുവമോർച്ച ഇപ്പോൾ കടക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഈ ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടം സംസ്ഥാനത്തെമ്പാടും വിവിധ വകുപ്പുകൾ നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളടക്കം പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വിതരണം ചെയ്യുന്ന ചില ഷെഡ്യൂൾ മരുന്നുകൾ അത് സുലഭമായി തന്നെ ലഭിക്കുന്നു. ഇത് കുട്ടികൾക്ക് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ സുലഭമായി ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഡ്രഗ് കൺട്രോൾ അതോറിറ്റി നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് സാഹചര്യമായി ഇടയാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ പുറത്തേക്ക് നീക്കം ചെയ്യാൻ പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ശ്രമം തുടരുകയാണ്. പോലീസ് അവിടെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. ലഹരി ഗുളികളുടെ വ്യാപനം ചൂണ്ടിക്കാട്ടി